ഫേസ്ബുക്ക് മാനിയാക്ക് എന്ന് പറയുന്ന ഈ ലഘുചിത്രം ഇന്നത്തെ തലമുറയിലെ പുതിയ യുവാക്കളെ യുവതികളെയുമൊക്കെ കണ്ണു തുറപ്പിക്കുന്ന ഒന്നായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഒരു അനിവാര്യതയാണ്, കാരണം ഒരു കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക് എന്നുള്ള നിലയ്ക്ക്. പക്ഷേ ജീവിതം മുഴുവൻ ഫേസ്ബുക്കിലേക്ക് പോവുകയും അവസാനം മറ്റൊന്നിനും സമയം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അതിലേക്ക് തന്നെ കൂപ്പുകുത്തി പോവുകയും ചെയ്യുന്ന യുവതലമുറ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകണം എന്ന ഉജ്ജ്വലമായൊരു സന്ദേശമാണിത് നൽകുന്നത്. തീർച്ചയായും ഇത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഇത് തീർച്ചയായും പുതിയ തലമുറയ്ക്ക് ഒരു ദിശാബോധം നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. Dear students, today we are going to discuss about personality development. What do you mean by personality? Personality can be defined as a dynamic and organized set of characteristics possessed by a person that uniquely influences his or her cognitions, emotions, motivations, and behaviors in various situations. Personality may also refer to Vivek and Parthip. Both of you. എന്താ അവിടെ? Clear out from my class. ഹലോ. ചെയ്യാം. ബിസി ആയി പോയതുകൊണ്ടല്ലേ. സോറി മോളു. ആരായിരുന്നു ഫോണിൽ? അതാ അമ്മുവാ. ഞാൻ ഫേസ്ബുക്കിൽ അവളോട് ചാറ്റ് ചെയ്യാറില്ല പോലും. കംപ്ലൈന്റ് പറയാൻ വിളിച്ചതാ. ഇത് എത്രാമത്തെ ആടാ?
എന്തൊക്കെയൊരു ടൈം. പടം ഹിറ്റാണെന്നാ കേട്ടെ. ബാപ്പാന്റെ അടുത്ത് എത്തിയിട്ടില്ല. കിങ് ബാപ്പ തന്നെ. ആ ഒരു ഫോട്ടോ എടുത്തേ, ഫേസ്ബുക്കിൽ ഇടാലോ. നിന്റെ കിടിലം വണ്ടി കേട്ടാ, എനിക്കൊന്ന് വാങ്ങണം. എന്റെ അച്ഛനോട് ഒറ്റ പ്രാവശ്യമേ പറഞ്ഞുള്ളൂ, അടുത്ത ആഴ്ച തന്നെ വണ്ടി വാങ്ങിച്ചു തന്നു. ഇനി എന്താ പരിപാടി? വീട്ടിൽ പോയി ഫുൾ ടൈം ഫേസ്ബുക്കിൽ തന്നെ ആയിരിക്കും അല്ലേ? പോടാ. നാളത്തെ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ മറക്കണ്ട. ശരി, നാളെ കാണാം. ഇന്നെന്താ മോനെ നേരത്തെ? ആ, ഇന്ന് നേരത്തെ വിട്ടു. മോനെ, ഏത് സമയത്തും ഇതിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാതെ വല്ലത് പഠിക്കാൻ നോക്ക്. മോനെ, എനിക്ക് തീരെ വയ്യ. നീ ഒന്ന് റേഷൻ കടയിൽ പോയിട്ട് വാ. വന്ന് കേറിയില്ല, അപ്പോഴേക്കും തുടങ്ങി. ആ, പിന്നെ ആവട്ടെ. മോനെ, കടയടക്കും. ഞാൻ പോയി വാങ്ങി വെക്കാം. നീ അത് എടുക്കാനെങ്കിലും വരണം. ശരി, ഞാൻ വന്ന് എടുത്തോളാം. രാഘവേട്ടാ, ഞാനിത് രണ്ടാമത്തെ തവണ വീട്ടിലേക്ക് വരുന്നത്. മോനെ ഇങ്ങ് വാ, ഞാൻ പറയാം. എന്റെ ഒറ്റ ഉറപ്പിലാണ് രാഘവേട്ടനെ ബാങ്കിൽ നിന്ന് ലോൺ പാസ്സാക്കി തന്നത്. ഇതിപ്പോ ഒരു ഗഡു പോലും ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല. മോനറിയാലോ, അവന്റെ പഠിത്തത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ലോൺ എടുത്തത്. അവനൊരു ബൈക്ക് വാങ്ങാൻ, അവനൊരു കമ്പ്യൂട്ടർ വാങ്ങാൻ. അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ, അതിന്റെ ഒരു വിഷമവും ഞാൻ അവനെ അറിയിച്ചിട്ടില്ല. ഒക്കെ ശരിയാ, പക്ഷെ രാഘവേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെയായാൽ ഞാൻ ഹെൽപ്ലെസ്സാ. ബാങ്കിന്റെ മറ്റു നടപടികൾ എനിക്ക് എടുക്കേണ്ടി വരും. എനിക്ക് കുറച്ച് സാവകാശം കൂടി തരണം മോനെ. നോക്കാം, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. മോനെ, മോൻ ടൗണിലേക്കാണോ? ആ, റേഷൻ കട വരെ ഞാനും ഉണ്ട്. ആ ആ അല്ല രാഘവേട്ടാ, മകന് കമ്പ്യൂട്ടറും ബൈക്കും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? അവനെ അയച്ചാ പോരെ റേഷൻ വാങ്ങാനൊക്കെ നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത്? അവൻ അവിടെ ഇരുന്ന് പഠിക്കുക, ശല്യപ്പെടുത്തണ്ടെന്ന് വെച്ചു. ഈ കൊടുക്കുന്ന സ്നേഹമൊക്കെ തിരിച്ചു കിട്ടോ രാഘവേട്ടാ? കിട്ടും. വിഷ്ണു, നിനക്ക് സിഗരറ്റ് വലി നിർത്തിക്കൂടെ മോനെ? രാഘവേട്ടൻ ചെല്ല്. ആരാ വിഷ്ണു ഏട്ടാ ഇത്? അത് നമ്മുടെ രാഘവേട്ടൻ, ഇവിടെ വീടിന്റെ അടുത്തുള്ളതാ.
ടെൻഷൻ. വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല, അപ്പോഴേക്കും വിളിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് പോവാം. മോൻ മോൻ എന്റെ മോനെ വിവേകിനെ വിളിക്കാം രാഘവേട്ടാ. ഒന്ന് സമാധാനപ്പെട്, ഒന്ന് വേഗം പോടോ. ഡോക്ടർ, കുറെ ബ്ലഡ് ഡോസ് ഉണ്ടായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് AB നെഗറ്റീവ് ബ്ലഡ് വേണം. ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്കില്ല, റയർ ഗ്രൂപ്പാണ്. നിന്റെ ഫ്രണ്ടിന്റെ അച്ഛനല്ലേ ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നാണ്ട്? നീ TV കണ്ടിരിക്കുകയാണോ? എന്താട്ടാ, ആരുടെ കാര്യ ഈ പറയുന്നേ? നിന്റെ വിവേകിന്റെ അച്ഛൻ മെഡിക്കൽ കോളേജിലേക്കാന്ന് തോന്നുന്നു. വിവേക് എവിടെ? അവൻ ഇതുവരെ എത്തിയില്ലേ? ഇല്ല, അവൻ ഇതുവരെ എത്തിയില്ല. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഞാൻ പോയി കൂട്ടിയിട്ട് വരാം. ബ്ലഡ് അത്യാവശ്യമാണെന്ന് കാണിച്ച് ഫേസ്ബുക്കിൽ നമുക്ക് പോസ്റ്റ് ചെയ്താലോ? വല്ല റെസ്പോൺസും കിട്ടിയാലോ? ഓക്കെ, പെട്ടെന്ന് ചെല്ലും. AB നെഗറ്റീവ് ബ്ലഡ് നീഡഡ് അർജന്റ്ലി. ഹോ, നമ്മുടെ സെയിം ഗ്രൂപ്പാണല്ലോ. പിന്നെ ഇപ്പൊ ബ്ലഡ് കൊടുക്കാനല്ലേ സമയം. ബ്ലഡിന്റെ കാര്യം എന്തായി? സർ, അത് മിസ്റ്റർ, നിങ്ങൾ ഇതിന്റെ സീരിയസ്നെസ് എന്താ മനസ്സിലാക്കാത്തത്? സർ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എവിടുന്നും ഞങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലുക്ക് മിസ്റ്റർ, ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സൈറ്റ് ആണെന്നുള്ളത് ശരിയാ, പക്ഷേ അതൊന്നും അത്ര പോസിബിൾ അല്ല. നിങ്ങൾ മറ്റെന്തെങ്കിലും വഴി നോക്ക്. വീട്ടിൽ വിവരം അറിയിച്ചോ? ചിലപ്പോൾ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും സെയിം ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സർ, ഇയാൾക്കൊരു മകനുണ്ട്, വിവേക്. അവനെ വിളിക്കാൻ ആളെ അയച്ചിട്ടുണ്ട്. എങ്കിലും അയാളെ പെട്ടെന്ന് ഇവിടെ എത്തിക്കൂ. ശരി സർ. വിവേക്, നിന്റെ അച്ഛന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. AB നെഗറ്റീവ് ബ്ലഡ് പെട്ടെന്ന് അറേഞ്ച് ചെയ്യണം. AB നെഗറ്റീവ് ബ്ലഡ് നീഡഡ് അർജന്റ്. നമ്മുടെ സെയിം ഗ്രൂപ്പാണല്ലോ. AB നെഗറ്റീവ് ബ്ലഡ് നീഡഡ് അർജന്റ്. നമ്മുടെ സെയിം ഗ്രൂപ്പാണല്ലോ.
അച്ഛാ അച്ഛാ അച്ഛാ. വിഷ്ണു, എനിക്ക് സിഗരറ്റ് വലി നിർത്തിക്കൂടെ മോനെ? ഫേസ്ബുക്കിലും ട്വിറ്ററിലുമൊക്കെ ജീവിതത്തിലെ നല്ലൊരു ഭാഗം തളച്ചിടുന്നതിന് മുമ്പ് ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും അറിയാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതുപോലുള്ള വലിയ നഷ്ടങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും.